While questioning, we should go for careful questioning and we should use the technique of funneling. So funneling, അരിപ്പ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? ഈ എണ്ണയൊക്കെ ഒലിക്കുന്ന ഓലി എന്ന് പറയുന്ന അരിപ്പ. അതിൻ്റെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുകളിൽ ഭയങ്കര വലുപ്പവും താഴേക്ക് വരുന്തോറും നാരോ ആയിട്ട് വന്ന് ഒരു കുഞ്ഞി പൈപ്പാണ് താഴെ. സോ അതുപോലെ വലിയ അല്ലെങ്കിൽ ബ്രോഡായിട്ട് കുട്ടി പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും അരിച്ചരിച്ച് വന്ന് യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് എത്തുന്ന ആ ഒരു രീതിയാണ് ടെക്നിക്ക് ഓഫ് ഫണലിംഗ്. സോ ദിസ് ഷുഡ് ബി യൂസ്ഡ് careful questioning and we should use technique of funneling. Now coming to the qualities of a good counselor. The main qualities are he should be a good listener. കൗൺസിലിങ്ങിൻ്റെ കാതൽ എന്ന് പറയുന്നത് നല്ലപോലെ കേട്ട് നല്ലപോലെ കേൾവി ശക്തി അല്ലെങ്കിൽ കേൾക്കാനുള്ള സഹനശക്തി ഇതൊക്കെയാണ് വേണ്ടത്. ഹി ഷുഡ് ബി എ ഗുഡ് കൗൺസിലർ. നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. സോ ജഡ്ജ്മെൻ്റൽ ആണെങ്കിൽ എപ്പോഴും ആ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആവില്ല. നമ്മൾക്ക് മുൻകൂട്ടി തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ പാടില്ല. ഹി ഷുഡ് ബി നോൺ ജഡ്ജ്മെൻ്റൽ. വാം ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം. ഹി ഷുഡ് ബി ജെനുവിൻ, നച്ചർ, കോൺഫിഡൻഷ്യൽ, ഒബ്ജക്റ്റീവ്. ഹി ഷുഡ് ഹാവ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഹി ഷുഡ് ഹാവ് ഗുഡ് കോമൺ സെൻസ്. ക്രിയേറ്റീവ് ആയിരിക്കണം, ഇമാജിനേറ്റീവ് ആയിരിക്കണം, പെർസ്പെക്റ്റീവ് ആയിരിക്കണം. നോട്ടീസസ് നോൺ വെർബൽ ക്യൂസ്. ചിലരുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല, പക്ഷേ വേറെ ചിലരുണ്ട് സംസാരത്തിൻ്റെ ഒപ്പം ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അല്ലേ? അങ്ങനെ നോൺ വെർബൽ ക്യൂസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഫോക്കസസ് ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് തട്ടാത്ത അല്ലെങ്കിൽ അത് വകവയ്ക്കാത്ത ഒരാളായിരിക്കണം. ഗുഡ് പേസിങ് ആൻഡ് ടൈമിങ്. കൺഫ്രണ്ട്സ് അപ്രോപ്രിയേറ്റീവ്ലി, കാം ആൻഡ് കീപ്സ് ഫെയർലി സ്റ്റിൽ. So these are the different qualities of a good counselor. Good listener, non-judgmental, warm, approachable, genuine, mature, confidential, objective, sense of humor, common sense, creative, imaginative, perspective, notices non-verbal cues, focuses, good pacing or timings, confronts appropriatively, calm and keeps fairly still. Now coming to the last portion of this chapter, which is organizing guidance and counseling services. So the basic purpose of organizing guidance and counseling services are to help the adolescents with normal developmental problems. So normal growth and development ഭാഗമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് to help the individuals through temporary crisis, to identify signs of disturbed or problem behavior at the earliest, to refer cases needing specialized treatment. So ഇതുവരെ പറഞ്ഞ purposes: to help adolescents with normal developmental problems, to help individuals through temporary crisis, ജീവിതത്തിൽ ഉണ്ടാവുന്ന പെട്ടെന്നൊരു ക്രൈസിസ്, ലൈക്ക് ഒരു എക്സാമിന് തോക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലവ്ഡ് വൺ മരിക്കുകയാണ്, അമ്മൂമ്മയോ അപ്പൂപ്പനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും നമ്മൾ അടുപ്പമുള്ള ഒരാൾ മരിക്കുകയാണ്, അതുപോലത്തെ ക്രൈസിസുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുക. ടു ഐഡൻറ്റിഫൈ സൈൻസ് ഓഫ് ഡിസ്റ്റർബ്ഡ് ഓർ പ്രോബ്ലം ബിഹേവിയർ അറ്റ് ദ ഏർലിയസ്റ്റ്. ലൈക്ക് ഇപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആവുകയാണ്, ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരികയാണ്, അസൈൻമെൻറ്റ്സ് ചെയ്യാതിരിക്കുകയാണ്. ഇതൊക്കെ പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇതിനെ പ്രോംപ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ടു റെഫർ കേസസ് വിച്ച് നീഡ് സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. സോ ഇത്തിരി സൈക്കോളജിക്കലി ഇംബാലൻസ്ഡ് ആണ് കുട്ടി, കൗൺസിലിംഗ് വേണം, സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ റെഫർ ചെയ്യാനായിട്ട്. To facilitate communication within and between nursing institutes, home, communities and the resources. സോ ഈ കോളേജും ബാക്കിയുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സസുമായിട്ടുള്ള ബന്ധം ഒന്ന് സ്ഥിരപ്പെടുത്താനായിട്ട്. ടു സപ്പോർട്ട് ട്യൂട്ടേഴ്സ് ഹു ആർ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ബട്ട് ഹൂ ദംസെൽസ് വോണ്ട് ഗൈഡൻസ് ആൻഡ് റീഅഷുറൻസ്. പലപ്പോഴും ടീച്ചേഴ്സാണ് ഈ ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസിൽ ഇഗ്നറൻ്റ് ആയി പോകുന്നത് അല്ലേ? അവർ ബാക്കിയുള്ളവരെ ഒക്കെ സഹായിക്കും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവർക്ക് റിസോഴ്സസ് ഉണ്ടാവില്ല.
സോ അങ്ങനെ ടീച്ചേഴ്സിന് അവരുടെ സ്വന്തം പ്രോബ്ലംസ് അല്ലെങ്കിൽ നേരിടുന്ന സ്വന്തം പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ടും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് ഓർഗനൈസ് ചെയ്യാം. Coming to the different forms of organization, the different forms of organization are centralized services, decentralized services, and a combination of both. Now let's see one by one. First, about centralized services. As in the name suggests, this is one in which all the authority lies within the top. The entire responsibility of guidance and counseling is vested upon a group of trained personnel or department of guidance and counseling. Counseling activities are done by selected staff under the supervision of the guidance staff. സോ ഇവിടെ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് കാര്യങ്ങൾ നടത്തുക. ഇവിടെ ഒരു ഗൈഡൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് പേഴ്സണൽസ് ഉണ്ടായിരിക്കും. ദേ വിൽ ബി ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ വർക്ക് ആൻഡ് അവരായിരിക്കും ബേസിക് ആയിട്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് നടത്തുക. ഇഫ് ഹെൽപ്പ് ഇസ് നീഡഡ്, other staff can be also employed, but that is also to be supervised by the guidance and counseling team. The next is decentralized services. Here, the entire responsibility of guidance and counseling is vested upon the teachers. Absence of trained professionals is a drawback. So, നമ്മളുടെ കോളേജിലൊക്കെ നടത്തുന്ന രീതിയിലുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് ആണ് ഇത്. ഇവിടെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിന് മുകളിലായിരിക്കും. പക്ഷേ ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫോൾസോ മിസ്റ്റേക്സോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ഔട്ട് ആക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. And the last is combination of both. The best way to organize guidance and counseling services is to combine centralized and decentralized services. The counseling department headed by the counselor and the faculty will incorporate with each other for the welfare of the സ്റ്റുഡൻസ്. സോ ഇവിടെ കൗൺസിലർ ഉണ്ടായിരിക്കും, കൗൺസിലറിനെ സഹായിക്കാനായിട്ട് ബാക്കി ടീച്ചേഴ്സും കൂടെ ഇൻവോൾവ് ആയിരിക്കും. ആൻഡ് ദ എൻറ്റയർ പ്രോഗ്രാം ഇസ് എയിംഡ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. 3 ഫോംസാണ് നമ്മൾ കണ്ടത്: സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് ആൻഡ് എ മിഡ് വേ ബിറ്റ്വീൻ ദ ബോത്ത്. Coming to the organizational setup for organizing guidance and counseling services. So for constituent colleges on the campus, so ഒരു പാരൻറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയാണ് കോളേജിൻ്റെ ക്യാമ്പസ് എങ്കിൽ പലതരത്തിലാവാം. If the college is enrolling 1,000 students, there should be a counseling officer assisted by guidance committee who plan the program according to their needs and implement the same with cooperation of the deputy chief and academic advisor. സോ 1000 കുട്ടികളാണ് ഒരു കോളേജിൻ്റെ ടോട്ടൽ എൻറോൾമെൻറ്റ് എങ്കിൽ ഒരു കൗൺസിലിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും, ഒരു ഗൈഡൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ആൻഡ് ഇറ്റ് ഇസ് ഡൺ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഡെപ്യൂട്ടി ചീഫ് ആൻഡ് അക്കാഡമിക് അഡ്വൈസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. If less than 1,000 students, a licensed officer will look after. 1,000 സ്റ്റുഡൻസിൽ താഴെയുള്ളെങ്കിൽ ആ ഒരു കൗൺസിലർ ഒന്നും ഉണ്ടായിരിക്കില്ല, പകരം ഒരു ലൈസൻസ് ഓഫീസർ ആയിരിക്കും. ആൻഡ് ഹി ലുക്സ് ആഫ്റ്റർ ദ എൻറ്റയർ പ്രോഗ്രാം. 1000 കുട്ടികളെക്കാളും കൂടുതലുണ്ടെങ്കിൽ an assistant counselor officer may be appointed to assist the counseling officer. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോളേജാണ്. 1000-ൽ മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഓഫീസർ ഉണ്ടാവും, ഒരു അസിസ്റ്റൻറ്റ് കൗൺസിലിംഗ് ഓഫീസർ ഉണ്ടാവും, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടീം ഉണ്ടാവും, ആൻഡ് ദ എൻറ്റയർ പ്രോഗ്രാം ഇസ് ഡൺ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് അക്കാഡമിക് ചീഫ് ആൻഡ് ദ ചീഫ് ഡയറക്ടർ. 1000 കുട്ടികളിൽ താഴെയാണെങ്കിൽ ലൈസൻസ് ഓഫീസർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1000 കുട്ടികളാണ് എൻറോൾമെൻ്റ് എങ്കിൽ കൗൺസിലർ, കമ്മിറ്റി ആൻഡ് ഡെപ്യൂട്ടി ചീഫ് ആൻഡ് അക്കാഡമിക് അഡ്വൈസർ. ഇനി അഫിലിയേറ്റഡ് കോളേജസ് അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലല്ല, കുറച്ച് ദൂരത്താണ് കോളേജ് എങ്കിൽ അവിടെ വേണ്ട ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇങ്ങനെയാണ്. For 1,000 students, counseling officer assisted by guidance committee implement the activities with the help of the vocational guidance officer. So ഇവിടെ ഉണ്ടായിരിക്കും കൗൺസിലിംഗ് ഓഫീസർ, ഗൈഡൻസ് കമ്മിറ്റി ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ.
1000 കുട്ടികളിലേക്കാളും താഴെയാണെങ്കിൽ ഈ